അതെ, MM ഹോസ്പിറ്റലാണ്. ഡോക്ടർ മത്തായിച്ചൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആക്സിഡന്റോ? എവിടെ വെച്ച്? ഓഹോ, ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ? ഈയിടെ ആക്സിഡന്റ് കേസുകൾ വളരെയധികം. ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യൂ. ഹലോ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ. ഓക്കെ? മാതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല. ഇത് സക്സസ് ആക്കി തരണമേ. പപ്പ, അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഫ്രണ്ടേ. യെസ് ഡോക്ടർ. കമ്മിങ് സർ. യെസ്. ജ്യൂസ് എല്ലാം ക്ലീൻ ചെയ്തു. യെസ് ഡോക്ടർ. വെരി ഗുഡ്. ഓക്കെ. 65-76 നമ്പർ പേഷ്യന്റിന്റെ ENT ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു. ഓക്കെ. വെരി ഗുഡ്. പക്ഷേ പത്മിനിയുടെ ഹൗസിംഗിന് ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം. പത്മിനിയുടെ ഹൗസിംഗ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹൗസിംഗ് ആയതുകൊണ്ടാ. സോറി സാർ. ഓക്കെ. പൾസ് എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ശരി ഡോക്ടർ. ഓഫ് ചെയ്യൂ. ലങ്സ് വളരെ വീക്കാണല്ലോ. ഇങ്ങനെ പോയാൽ വീക്ക് ആവും. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ. ബ്രീത്ത് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ തന്നെ നല്ല കോളാ. ആരാടാ ഡോക്ടർ മത്തായിച്ചൻ? ഞാനാ. നീ എന്തിന്റെ ഡോക്ടറാ? മോട്ടോറിന്റെ ഡോക്ടർ. മോട്ടോറിന്റെ ഡോക്ടറാ? അതെ. മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനിമ മുതൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചറാകുന്നത്. ഞാനിവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റ് ആണ്, മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ അറിയാൻ വന്നത്. പ്രസാദം അമ്പലത്തിൽ കിട്ടും സാർ. പ്രസാദമല്ലടാ, പ്രസാദ്. പ്രസാദ്. പ്രസാദ്, നമ്മുടെ പ്രസാദ്. അവനെ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം CSRന്റെ സ്പെഷ്യൽ ഓർഡറാ. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. എവിടെ അവൻ? കാലത്ത് സ്കൂളിൽ പോയിരിക്കുക. സ്കൂളിൽ പഠിക്കുന്നു. അല്ല, മോളെ കൊണ്ടാക്കാൻ പോയത്. ഏത് സ്കൂളിലാ? കോൺവെന്റ് സ്കൂളിലാ സാർ. അവനാണോ അല്ലേന്നൊക്കെ CSR തീരുമാനിച്ചോളും. നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. അല്ല, നിന്റെ എടാ, അവൻ ഇവിടുത്തെ മേജർ സർജനാണ്. നീ വേഗം പോയി അവന് ജാമത്തിൽ ഇറക്കാൻ നോക്കിയോ. ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ല് പോലും അവന്റെ ശരീരത്തിന് കിട്ടൂല. അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ICU വീട്ടുകാരുടെ കേസാ. എന്താണ് എന്താ ഭൂതം, ഭാവി, കൈരേഖശാസ്ത്രം, ഹസ്തശാസ്ത്രം, മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലിൽ മൂത്രം ഒഴിക്കുമ്പോ പറ സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടയ്ക്കാറുണ്ടോ? എന്റെ അമ്മേ, ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണും. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഇയാൾ എത്ര കളക്ടറുടെ കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന് ഒരു പെഗ് മേടിച്ചു കൊടുത്തും അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചോളാ. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാനൊരു കുത്തു വെച്ചു കേട്ടോ. ചേട്ടേ, ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ.
ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർ രേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ അതാരുണ്ടേ? നീ എടുത്തോ? ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കളഞ്ഞ പോലെയാ. ശരിയാ. എന്താ ഇവിടെ വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി ഈ ആസാമി? എന്താ ഇയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിസിനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബടി ബടി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. ആഹാ, എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ. ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് എഡീഷൻ പാർട്ടി? കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാവി? ആനാ ഒരു ചിന്ന പ്രശ്നം. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവലാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. പോട്ടാ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കരുത്. പോയ സാറ് ரொம்ப കോപക്കാരനാണേലും മുഖത്ത് രാജയോഗമുണ്ട്. വെറുതെ ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുമല്ല ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. എടോ മറ്റാഴ്ച താൻ ആരുടെ അച്ഛനാണോ? ഞാൻ ചവിട്ടി പറ്റിയ ഇന്നെല്ലാരും പറയുന്നെല്ലാരും മത്തായിച്ചേ. എന്താണോ വീഴ്ച നോക്കണത്? ഇങ്ങോട്ടോ കമ്മിറ്റിന് ആ പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ, താൻ കാണിച്ച പോക്കരത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. വിളിക്കരുത്. ആ ചാൻസ് എനിക്ക് തരുന്ന ജ്യേഷ്ഠ. നീ വിളിച്ചോ. താങ്ക് യു. എടാ മൈദ മാവ്, എടാ PWയുടെ മോനെ, നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ട കേട്ടോ. നീ എന്തുട്ട തൊപ്പി വെച്ചേക്കാ? ഫ്രെഡി, വെള്ളം അടിച്ചുകൊണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ഐ ആം യുവർ ബോസ്. കാര്യം തന്റെ ഒരു ബോസും ഹോസ്പിറ്റലല്ല, മോർച്ചറിയാ. കാറുകളുടെ മോർച്ചറി. ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാറ് പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? നമ്മൾ തന്നെ ഇതിന്റെ വർക്കേഴ്സ്. നമ്മളാണല്ലേ. അതെ. ഞങ്ങളോട് വാക്ക് ചോദിക്കാതെ കണ്ണിക്കണ്ട കാക്കി കുപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടുവന്ന് കുടിയിരുത്ത തനിക്കങ്ങനെ ധൈര്യം വന്നോ? എടോ, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? അത് തീരുമാനിക്കേണ്ടത് ഞാനാ. ഞങ്ങളിപ്പോ പൊക്കോളാം. അന്നപ്പോ പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കാട്ടോ. ഇന്നേക്ക് 1 മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ അവിടുന്ന് കെട്ടടിച്ച് പെട്ടടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദല്ല. നീ വാടാ. നീ വാടാ. ചതിച്ചല്ലട മക്കളെ. കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയാ. പാര വെക്കല്ലടാ. ഡോണ്ട് യൂസ് പാര. നിങ്ങൾ എന്റെ മക്കളെ പോലെയല്ലടാ. മൈ സൺസ്. പോയിസൺ ആവരുത്. വേണ്ട വേണ്ട, ഗ്രീസ് ഇടലോ നിന്നി വേണ്ട. ഗ്രീസ് ഇടില്ല. നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം. അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞുവിടാ. എന്നാ പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിലാക്കും. പക്ഷേ അതുവരെ അയാൾ ഞങ്ങളെ വീട് മുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പ്രസാദിന് ഭാര്യയോ? ഭാര്യയല്ല, ഭാര്യയെ പോലെ. അപ്പൊ കീപ്പ്. അതെ. നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞോ. ഇല്ലെങ്കിൽ നാട്ടുകാർ ചെവിയിൽ മുഴുവൻ ഇതെത്തിച്ച് നിങ്ങൾ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെ വിളിച്ച് ഓടി പോടാം. നേരത്തെ എന്താ വിളിച്ചത്? എടോ മത്തായിച്ച എന്ന് വിളിച്ചു. ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളെ നേരത്തെ മൈസണ്ണല്ലേ വിളിച്ചത്. മത്തായിച്ചന്റെ മകനാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി പുറത്താക്കും. അയ്യോ, ഞങ്ങളെ ചവിട്ടി പുറത്താക്കരുത്. ഒരു ആവേശത്തിന് കെട്ടിപ്പോയി. സഹായിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഊരരുത് ബോധന. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് ട്രീറ്റ് തരണം. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്തായിച്ച പറ. നിന്റെ വീട്ടിൽ വെച്ച്
നിന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഡിന്നർ. മത്തായി മയ്യത്തായി. നാളെ വർഷാപ്പ് ഹോളിയുടെ ഒരു ലക്ഷം. പ്രസാദ്, എന്തായാലും നീ ഭാഗ്യമുള്ളവരാണ്. പാചകത്തിലുള്ള ഭാര്യയുടെ കൈപുണ്യമാണ് ഭർത്താവിന്റെ ഭാഗ്യം. കണ്ടോ കണ്ടോ ചിരി കണ്ടോ? മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലത്തെ തലത്തെ. പ്രസാദേ, നീ ഇന്ദുവിന്റെ തല വെട്ടിയിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ. എന്നിട്ട് നാളെ മറ്റന്ന് കൊണ്ടുവരട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കണം. കൂടെ അനുഗ്രഹിക്കുക ഇയാളെ പോപ്പോ. നീ പൊടക്കൊപ്പേ, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. അത് വേണ്ട പുല്ലേ പുല്ലേന്നാ? ആ പുല്ലാണടാ. ഡോക്ടർ മത്തായിച്ചിന് മുമ്പിൽ നീ വെറും പുല്ലാണടാ. പുല്ലേ. താൻ ഏത് കോണ്ടാക്റ്റിലെ ഡോക്ടറോടോ? എന്റെ മത്തായിച്ച ഇങ്ങനെ അടുത്ത് കൂവല്ലേ, എന്റെ മോൾ ഉണരും. നിന്റെ മോളെ കൂവി ഉണർത്താൻ ഞാനെന്താ തെണ്ടി പൂവൻ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളൂടി പാർട്ടി നടത്തണ്ടാന്ന്. ആരുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തത്? പറയടാ പറയടാ. എന്താ 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 എന്തോ വേണ്ടത് നിനക്ക്? യു വാട്ട് യു വാണ്ട്? എന്തോ വേണ്ടത്? എന്താ വേണ്ടേ? ചെല്ലിയോ? വെള്ളമടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. നക്കിയല്ലടാ തെണ്ടി, ലക്കി. ഫോളോ മീ. പട്ടി ഞാൻ നിന്നടാ. എല്ലാം കഴിയടാ പട്ടി. പാതിരാത്രിയായാലും യുവമാർക്ക് ഉറക്കമില്ല. സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെ യുവന്മാര് സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മളിവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അറിഞ്ഞു? ഇയാൾ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. എന്റെ കപിൽ ദേവ, കൊല്ലടാ കൊല്ലടാ. അങ്ങ് മാറിക പറഞ്ഞില്ലേ? കില്ലടാ. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. അയ്യോ ഇത് പാണ്ടല്ല മോനെ, വസൂരി വന്നത് പാടാ. കൊല്ലടാ. രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തായിച്ചിന് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കൊല്ലടാ. അടങ്ങില്ല? അറിയൂല. ഞാൻ അടങ്ങില്ല. ഇല്ല. തന്നെ അടക്കി ശവപ്പെട്ടിലാക്കി തന്നെ തറച്ചില്ലെങ്കിൽ എന്റെ പേര് എന്താണത്? എന്താ ബാത്റൂം പോണോ? ഇതുവരെ പോയിട്ട് വെള്ളം എടുത്തു നോക്കി. നിക്ക് പോണോ? അയ്യോ ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ പുറത്തോട്ട് പോയല്ലോ. കുഴി പോവും. സൂക്ഷിച്ച് 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 മറമാണ്. അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി. അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. ഫോളോ മീ. ഓക്കെ. എവിടെയാ മോളെ ബാത്റൂം? അവിടെയാ. ഓ എടാ അയാള് നല്ല വീലാണ്. എങ്ങനെയും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക്. കൊറേ അകത്തേക്ക് കയറ്റല്ലേ, പകുതി ആശ്വാസം ആകുമ്പോ അയാൾ താനെ വന്നോളും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കൊണ്ടുവിടാൻ. വേണമെങ്കിൽ അയാൾ തന്നെ പൊക്കോളും. ഇന്ദു പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ 2 ബോംബ് മിസൈൽ നിന്നെ ജീവനോടെ കിട്ടിയല്ലോ. നീ പോയി സാധനം വിളിച്ചിട്ട് നല്ല കനം അല്ലേ? വെൽ ഡൺ വാസു, വെൽ ഡൺ. വെരി ഗുഡ്. സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ വെറും സില്ലിയാണ് സാർ.
ബയനറ്റോളം പോകുന്ന ഒരു ചോട്ട ചോക്രി. മിലിറ്ററിയിൽ ഇതിന് ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറയും. ഡെറാഡൂണിലായിരുന്ന കാലത്ത് ഞാനൊരു ഉഗ്രൻ കിഡ്നാപ്പിംഗ് നടത്തി. 1978 എന്റെ ഓർമ്മ. 150 കിലോഗ്രാം തൂക്കമുള്ള 2 പാകിസ്ഥാനികളെയായിരുന്നു ലക്ഷ്യം. പക്ഷെ കയ്യിൽ കിട്ടിയത് 2 ചൈനക്കാരെ. അങ്ങനെയാണ് ഞാൻ കേണൽ വാസുവായത്. പക്ഷെ ബ്ലാങ്കറ്റ് കൊണ്ടല്ല, വെറും ടാർപോളിൻ കൊണ്ട്. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇത് എന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക്ക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഇയാളെങ്ങനെ ഇതിനകത്ത് വന്നു? ഏത് ഡോക്ടറാടോ? വർക്ക്ഷോപ്പിലെ ഡോക്ടർ. വർക്ക്ഷോപ്പിൽ ഡോക്ടർ? അതെ. ഇതാരോടോ ബ്ലാങ്കറ്റ് കിഡ്നാപ്പിംഗ്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല, എന്നാ ജീവനോടെ പിടിച്ചോണ്ടോ പറഞ്ഞാൽ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടിപ്പിടിച്ചതും കടത്തിക്കൊണ്ടുവന്ന നന്ദിനെ തന്നെയായിരുന്നു, ഇല്ലടാ? അതെ. എടോ, പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്തത്. മൊത്തം കൺഫ്യൂഷൻ ഇല്ലേ സാർ? എടോ, താരെ എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. റാങ്ക് ഏടോ ബോധം തന്നെ ഇയാള് നമ്മളെ തിരിച്ചറിഞ്ഞു എവിടെയെങ്കിലും കൂടെ കയടോ. സോപ്പിട്ട് കരിനീല കണ്ണുള്ള പെണ്ണേ. ആ, എന്നിട്ട് പറയൂ. ആ പ്രസാദും ഫ്രഡും കൂടി എന്റെ ഹാൻഡ് ഒടിച്ച് നട്ടും പോയിട്ട് ഇളക്കി ഈ ഡോക്ടർ പേഷ്യന്റ് ആക്കി സാർ. ഓഹോ, എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി ബ്രാൻഡിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെട്ടി പുതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ലേ? എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ആ, കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. ആ, സാർ അവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാ, സ്വീറ്റ് വണ്ടി. ഇതാണോ ആ പെൺകുട്ടി? ഓ, ആ, ഇതന്നെ. എടാ ഭയങ്കരന്മാരെ, എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? സാറിന്റെ ഭാര്യയാണോ? അവന്മാരിപ്പോ എവിടെ ഉണ്ട്? അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ഡോണ്ട് വറി, അവന്മാർ എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. ഓക്കെ സാർ.